നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ പ്രാർത്ഥിച്ചൊക്കെ എങ്ങോട്ടാണ് പോകുന്നല്ലേ? 2025 UKKCA കൺവെൻഷന് രാവിലെ പോകാൻ വേണ്ടി പോയ പോക്കാണ് ഈ കാണുന്നത്. അപ്പം എന്താണ് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഫാമിലി ഇല്ലാതെ ഞങ്ങളെല്ലാവരും കൂടെ ആമ്പിള്ളേർ തന്നെ ബാച്ചുലറായിട്ട് അടിച്ചു പൊളിച്ചൊരു കൺവെൻഷന് പോകാൻ തീരുമാനിക്കുന്നത്. എന്തായാലും നല്ല ചൂടാണെന്നും ഹീറ്റ് വേവ് അടിക്കുന്നതും ഒക്കെ പറ്റാവുന്ന കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഭാര്യമാരെയൊക്കെ ഒഴിവാക്കി ഞങ്ങളെല്ലാവരും കൂടെ തന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും വണ്ടികൾ ഒരിടത്തിട്ടതിന് ശേഷം ഒരു 9 സീറ്റർ വണ്ടിയിൽ ഒന്നിച്ചാണ് പോയത്. അടിപൊളിയായിരുന്നു. അങ്ങനെ 2025 UKKCA കൺവെൻഷൻ മറക്കാനാവാത്ത വിധം അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്ത് തന്നേക്കണം കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് യാത്ര ഒരു രീതിയിലും ബോറടിച്ചിട്ടില്ല. കാരണം അതുപോലെ എൻ്റർടൈൻ ചെയ്താണ് ഞങ്ങൾ പോയതും. അതുപോലെ നമുക്ക് എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ബന്ധക്കാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും പരിചയക്കാരെയൊക്കെ ഒന്നിച്ച് കാണാൻ കിട്ടുന്നൊരു അവസരം. അപ്പം അതിനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ അവിടെ കൺവെൻഷൻ സെൻറ്ററിലേക്ക് എത്തി. അവിടെ വന്നപ്പോഴത്തേക്ക് പാർക്കിംഗ് ഒക്കെ കംപ്ലീറ്റ്, വണ്ടി ഒരു രക്ഷയില്ല. എങ്ങനെ വണ്ടി ഇടുമെന്ന് നോക്കി നടക്കുമായിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ. പിന്നെ അവസാനം കുറേ നേരം തപ്പിത്തടഞ്ഞ് ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ സെക്യൂരിറ്റിയുടെ കാലും കൈയൊക്കെ പിടിച്ച് ഞാൻ അകത്ത് തന്നെ വണ്ടിയൊക്കെ കയറ്റിയിട്ടു. പിന്നെ ഉച്ച സമയമായപ്പോഴത്തേക്ക് അവിടെ റാലി തുടങ്ങുന്ന സമയത്താണ് ഏകദേശം ഞങ്ങൾ എത്തിയത്. അതെങ്ങനെയാണ്, നേരത്തെ ഇറങ്ങിയെങ്കിലല്ലേ നേരത്തെ വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ താമസിച്ച് ഇറങ്ങിയോണ്ട് ഞങ്ങൾ താമസിച്ച് തന്നെയാണ് വന്നത്. എന്തായാലും അവിടെ റാലിയുടെ തിരക്കുകളാണ്. എല്ലാവരും തന്നെ അവിടെ ഓരോ യൂണിറ്റിൻ്റെ റാലിക്കുള്ള സാധന സാമഗ്രികളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ടിക്കറ്റ് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ടിക്കറ്റ് കാണിച്ച് കയ്യിൽ മറ്റേ റിസ്റ്റ് ബാൻഡൊക്കെ ഇട്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയായി അടുത്ത ശ്രമം. സാധാരണ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ഏരിയയിലായിരുന്നു റിസ്റ്റ് ബാൻഡൊക്കെ തരുന്നത്, ആ ഒരു സ്പേസ്. അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ഇത്തവണ കണ്ടില്ല. അതിനു മുമ്പ് നമുക്ക് പരിചയക്കാരെ കണ്ടു തുടങ്ങി. എല്ലാവർക്കും ഓരോ ഹായ് ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേ റിസ്റ്റ് ബാൻഡ് ഇടുന്ന സ്ഥലം വന്നു. അപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ച് ചേട്ടന്മാരിതേ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ നമുക്ക് റിസ്റ്റ് ബാൻഡ് ഇട്ട് തന്നെ തന്നു. നമ്മുടെ കയ്യിലേക്ക് അവർ റിസ്റ്റ് ബാൻഡ് ഇട്ട് തന്നെ തന്നു. നീ ഏതായാലും ക്യാമറ ഒക്കെ പിടിച്ച് നിൽക്കുമല്ലേ, എപ്പോൾ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ലെന്നും പറഞ്ഞ് ഇത്ര ആത്മാർത്ഥതയുള്ള ചേട്ടന്മാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇട്ട് തന്നു. പിന്നെ അകത്തേക്ക് കയറി ചെന്ന വഴിക്ക് തന്നെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നമുക്കറിയാവുന്ന സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ എവിടെ നോക്കിയാലും നമുക്കറിയാവുന്ന ആൾക്കാർ ഫുള്ളി എക്സൈറ്റഡ്. പക്ഷേ ഹാളിനകത്തോട് ചെന്നപ്പോഴാണ് ഹാളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി ഇറങ്ങി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാലി സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി താമസിച്ചാണല്ലോ വന്നത്. എംപ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റേജും. എന്നാൽ പിന്നെ റാലി സ്ഥലത്തേക്ക് പോയേക്കാൻ തീരുമാനിച്ചു. പോയ വഴി നമുക്കറിയാവുന്ന ഓരോരുത്തരെയും കണ്ട് ഹായ് ഒക്കെ പറഞ്ഞ് കറങ്ങി റാലി സ്ഥലത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് തന്നെ ഒരു സമയമായി. കഴിഞ്ഞ കൊല്ലം റാലി നടത്തിയ ഒരു കിടിലൻ ഗ്രൗണ്ട് ഈ ഹോളിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇവിടെ ഹീറ്റ് കൂടുതലായതുകൊണ്ടും ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ഇഷ്യൂ കാരണവും ആ ഒരു ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്തില്ല. കാരണം ഇത്രയും ഹീറ്റിൽ ആൾക്കാരെ അവിടെ നടത്തിക്കാൻ പറ്റിയില്ല. ചൂട് അതുപോലെ കൂടുതലാണെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും ഇവിടെയുള്ള സംഘാടകർ പിന്മാറിയിട്ടില്ല. അവർ നമ്മുടെ ഹാളിൻ്റെ സൈഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഹാളിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാർ പാർക്കിൽ കൂടെ വന്ന് ഫിനിഷ് ആകുന്ന രീതിയിൽ റാലിയുടെ നീളം ഒന്ന് കുറച്ചിട്ടാണെങ്കിലും റാലി അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ റാലി കിട്ടുമായിരുന്നു. റാലിക്ക് ഇഷ്ടംപോലെ പ്ലക്കാർഡുകളും ഒരുപാട് തോരണങ്ങളും മുത്തുക്കുടകളും ചെണ്ടയൊക്കെ ആയിട്ട് ആൾക്കാർ റെഡി ആയിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് കംപ്ലീറ്റ് റാലി ഒന്ന് കണ്ടു നോക്കാം. കുമളമായിടുന്ന കോടിമതപ്പാലമിത, കുമളമായിടുന്ന കോടിമതപ്പാലമിത, കൊമളങ്കി സമാനങ്ങൾ വെച്ചിടുന്ന കെട്ടിടങ്ങൾ, കെട്ടുവള്ളങ്ങളിൽ നിന്നു സമ്മാനങ്ങൾ കെട്ടിയിറക്കുവാനുള്ള സൂത്രങ്ങളും പാട്ടയും പെട്ടിയും കെട്ടിവച്ചിടുന്നു. നാഗത്തകീഴിലും റോഡിലും കെട്ടിട വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. ഈ വഴിയിൽ കൂടിപ്പോയാൽ മുസ്ലാവാരി ബംഗ്ലാവായി, ഈ വഴിയിൽ കൂടിപ്പോയാൽ മുസ്ലാവാരി ബംഗ്ലാവായി. ആ വഴിയിൽ കൂടി തന്നെ ചന്തയിലും ചെന്നിറങ്ങാം. കവളിക്കടകളും ഒട്ടുപാത്രങ്ങളും ചക്കിൽ ചക്കരനെല്ലി പൂച്ചാക്കുകളും കുത്തക്കൊയിട്ടേരി മുളകരിപ്പങ്ങളും കടലാസത്തുണികളും കെട്ടി അയച്ചിടും. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക.
നേരെ പടിഞ്ഞാറായി കാണുന്നൊരു ദേവാലയം, നേരെ പടിഞ്ഞാറായി കാണുന്നൊരു ദേവാലയം. തിരുനക്കരയാണവിടെ നാദസ്വരം കേട്ടിടുന്നു. പട്ടന്മാർ ക്ലബ്ബുകൾ ഇട്ടു വസിക്കുന്നു. നല്ലൊരു ഭക്ഷണം നാലണക്കുണ്ടവിടെ തോരനും കാളനും പായസമീപക അല്ലാതെ ക്ലബ്ബുകൾ വേറെയും കാണുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. കോട്ടയം ബോട്ടിനുടെ വിസില് വിളി കേട്ടിടുന്നു. കോട്ടയം ബോട്ടിനുടെ വിസില് വിളി കേട്ടിടുന്നു. മോട്ടോർ ബോട്ടുകളെല്ലാം കൂട്ടമായിട്ടുണ്ടവിടെ. തിക്കും തിരക്കുമായി വള്ളത്തിൽ കയറുവാൻ മേത്തന്മാർ ചെയ്യുന്ന ഉഷ്ണഞ്ഞെരുക്കവും ഏറെ പറയുവാൻ താമസമില്ലെനി ആലപ്പുഴയ്ക്കുന്നു ഗോവഞ്ചി കയറണം. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. കാളവണ്ടി, കുതിരവണ്ടി, സൈക്കിൾ വണ്ടി, റിക്ഷാ വണ്ടി. കാളവണ്ടി, കുതിരവണ്ടി, സൈക്കിൾ വണ്ടി, റിക്ഷാ വണ്ടി. ഉണ്ടാവണ്ടി മാത്രമല്ല മോട്ടോർ വണ്ടിയും ഉണ്ടനേകം. കാലത്തു മണിയിട്ട് മുട്ടുന്ന നേരത്ത് മുണ്ടക്കയത്തിന് രണ്ടുണ്ട് മോട്ടോർ പാലയ്ക്ക് വിറന്ന് മേളത്തിലോടുന്നു അന്തടിച്ചിടുന്ന സ്ഥലം ഇത് കാണുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. കൈകൊട്ട് കാപ്പ് കമൽ കാന്തി ചിന്തും കമലമണി. കൈകൊട്ട് കാപ്പ് കമൽ കാന്തി ചിന്തും കമലമണി. മെക്കിട്ടണിഞ്ഞു വരും മേനിയാർന്ന ജാനിപ്പെണ്ണി. സമ്പാറ് പച്ചടി കിച്ചടി നാരങ്ങ അൻപഴും പച്ച പുളിശ്ശേരിത്തിയിലും മുപ്പിലന്മാർക്കും എടുക്കു വരട്ടി പായസം വടയുള്ളുണ്ട മിഠായി. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. ഡിവിഷൻ കച്ചേരിയാണ് ഈ സ്ഥാപനം ഹോമനാള്. ഡിവിഷൻ കച്ചേരിയാണ് സ്ഥാപനം ഹോമനാള്. ഇവിടെ നിന്നൽപ്പം പോയാൽ അഞ്ചല പീസു കാണാം. വക്കീലന്മാരുടെ കോട്ടുകൾ കാണുക. പിക്കുന്ന റാവുള്ള ശങ്കരമേനനും ഹരിപ്പട്ട് കൃഷ്ണയും സുബ്രഹ്മണ്യരും കൈതയിൽ കോശിയും കെസി എബ്രഹാം ഹസിബുക്കൊക്കെ ജോർജിന്റെ കെട്ടിടം. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. കാളവണ്ടി, കുതിരവണ്ടി, സൈക്കിൾ വണ്ടി, റിക്ഷാ വണ്ടി. കാളവണ്ടി, കുതിരവണ്ടി, സൈക്കിൾ വണ്ടി, റിക്ഷാ വണ്ടി. ഉണ്ടാവണ്ടി മാത്രമല്ല മോട്ടോർ വണ്ടിയും ഉണ്ടനേകം. കാലത്തു മണിയിട്ട് മുട്ടുന്ന നേരത്ത് മുണ്ടക്കയത്തിന് രണ്ടുണ്ട് മോട്ടോർ പാലയ്ക്ക് വിറന്ന് മേളത്തിലോടുന്നു പന്തടിച്ചിടുന്ന സ്ഥലം ഇത് കാണുക. വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക. 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 വട്ടോളമാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക.
തണ്ടിന്മേൽ കൊടിയും കുത്തി തണ്ടിലും ഇതേയ രാജവമ്മൻ ചെമ്പകശ്ശേരിയും കൂടെയുണ്ട് വെട്ടത്തു മന്നാരും കൂടെയുണ്ട് ഐക്യു വീടിച്ചു കരയിറക്കി കലകം പോതിഞ്ഞോരു പള്ളിക്കണ്ട് തണ്ടുകാരേറിയിരുന്നു കൊണ്ട് ഘോഷത്തോടെ ചെന്നു കോട്ടപൂക്ക് കോട്ടയിൽ മന്നൻ തിരുമൺ കാണും മാർത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു നന്നായി വരണമേ ഇന്ന് ഉത്തമനായ മിശിഹ തിരുവുള്ളം ഉണ്മയെഴുന്നൾക വേണം കണ്ടീശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ നല്ലൊരു നേരം മണർക്കോലം പുക്കാരെ നന്നായിക വേണമിതെന്ന് കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം ആലാഹനായനും അൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക് ജനതയെ ഉണരൂ ശതാബ്ദി വർഷമിതാ ജ്ഞാനായ ജനതയെ ഉണരൂ ശതാബ്ദി വർഷമിതാ ക്ഷമിക്കുവാൻ തിരുത്തുവാൻ പങ്കുവച്ചിടുവാൻ ദൈവം ഒരുക്കിയ വർഷം ജൂബിലി 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 മഹാജൂബിലി
ഹൃദയ കടലിലെന്നും ചേർന്നിടുന്നു നാഥാ ഞങ്ങളൊന്നായി. ഈശോയെ നിൻ ഹൃദയ കടലിലെന്നും നൂറ്റാണ്ടുകളായി ഞങ്ങളെ പാലിച്ച ദൈവപിതാവേ ആരാധന. പാവനതാതനാം പത്താം പിയൂസേ തേടിടുന്നു നിന്റെ മാധ്യസ്ഥ്യം ഞങ്ങൾ. പാവനതാതനാം പത്താം പിയൂസേ തേടിടുന്നു നിന്റെ മാധ്യസ്ഥ്യം ഞങ്ങൾ. മാതാവേ മറിയമേ നാഥനാം യോസേപ്പേ വചനത്താൽ ഞങ്ങളെ നയിച്ചിടണേ. മാതാവേ മറിയമേ നാഥനാം യോസേപ്പേ വചനത്താൽ ഞങ്ങളെ നയിച്ചിടണേ. നൂറ്റാണ്ടുകളായി ഞങ്ങളെ പാലിച്ച ദൈവപിതാവേ ആരാധന. നന്മയിൽ വളർത്തിടാൻ ത്യാഗങ്ങൾ സഹിച്ചൊരാ പൂർവപിതാക്കളെ സ്മരിക്കുന്നു ഞങ്ങൾ. നന്മയിൽ വളർത്തിടാൻ ത്യാഗങ്ങൾ സഹിച്ചൊരാ പൂർവപിതാക്കളെ സ്മരിക്കുന്നു ഞങ്ങൾ. തനിമയിൽ ഒരുമയിൽ വിശ്വാസനിറവിൽ നിത്യം പുലർന്നിടാൻ പ്രാർത്ഥിച്ചിടാം. തനിമയിൽ ഒരുമയിൽ വിശ്വാസനിറവിൽ നിത്യം പുലർന്നിടാൻ പ്രാർത്ഥിച്ചിടാം. നൂറ്റാണ്ടുകളായി ഞങ്ങളെ പാലിച്ച ദൈവപിതാവേ ആരാധന. നൂറ്റാണ്ടുകളായി ഞങ്ങളെ പാലിച്ച ദൈവപിതാവേ ആരാധന. ചേർന്നിടുന്നു നാഥാ ഞങ്ങളൊന്നായി. ഈശോയെ നിൻ ഹൃദയ കടലിലെന്നും ചേർന്നിടുന്നു നാഥാ ഞങ്ങളൊന്നായി. ഈശോയെ നിൻ ഹൃദയ കടലിലെന്നും.
താലികെട്ട വേണമെന്നോ മണവാട്ടി, ഓടത്തിൽ ചന്ദനം വേണമെന്നോ മണവാളം, കാലത്തിൽ കസ്തൂരി വേണമെന്നോ മണവാട്ടി. പൊന്നും മെതിയടി മേൽ മെല്ലെ മെല്ലെ അവൻ നടന്നു, വെള്ളി മെതിയടി മേൽ മെല്ലെ മെല്ലെ അവൾ നടന്നു. അവൻ പോകും വഴിയെല്ലാം പൊന്നും പലക നിരത്തി നിരത്തി, അവൾ പോകും വഴിയെല്ലാം വെള്ളിപ്പലക നിരത്തി നിരത്തി. അവനിരിക്കും മാളികമേൽ കുങ്കുമപ്പനി നീര്, അവളിരിക്കും മാളികമേൽ കളഭങ്ങൾ കസ്തൂരി. അംബുജ തീരത്തിൽ നേർവഴിക്കെന്നിയെ കന്നി വസിക്കും പള്ളി ശരണം പെയ്തേ. അമ്പരത്തിൽ മാനം വെല്ലുന്നതാകിയ കാതൽ മികച്ച പള്ളി ശരണം വേദേ. മൂലമായുള്ള കടുത്തുരുത്തിൽ വാഴും കന്നിമറിയമേ നിൻ ശരണം വേദേ. നിലമുറ്റ മാണിക്യക്കല്ലെന്ന് പേർ ചൊല്ലും കീർത്തി പേരുത്തൊരു പള്ളി ഇതേ. കന്നി വസിക്കുമുദയം പേരൂർ വാഴും കന്ദീശങ്ങളെ നിങ്ങൾ ശരണം പെയ്തേ. അമ്പാലഴകിയ വേമ്പല നാടരി വൻഭൂമി കച്ച് കോട്ടയകത്ത് വാഴും തരുതായ്ക്കൾ പാടി
അഴകിൽ പരിപാലിപ്പാൻ യേശു പിറന്നിട്ടായിരവും 600 ചേർന്നൊരു കാലത്തുഴവൂരിൽ സഹദേന്മാർക്കു കഴിഞ്ഞുൽ പുത്തിരനെസ്തപ്പാനോ സരുളാലേ മഹനീയം ഗുണമേറും കുന്നിൽ പള്ളിയുമുന്നിഹ സ്ഥാപിച്ചേ ഒട്ടേറെ ദേശത്തു വസിക്കും മർത്യഗണത്തിനു കൂദാശ മുട്ടാതങ്ങു കൊടുപ്പതിനിട്ടു പച്ചൻ വച്ചൊരു പള്ളി ഇത്. പള്ളിക്കുള്ള സ്ഥലം കണ്ടിടുവാൻ ഇട്ടു പച്ചനുറക്കത്തിൽ വെള്ളയുടുപ്പു ധരിച്ചൊരു സഹദാ കാട്ടിയ സ്വപ്നവുമോദി. റാലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എല്ലാവരോടും ഒരു സൈഡിൽ നിന്ന് വർത്തമാനം പറയാൻ ആരംഭിച്ചു. കാരണം ഇവരിലെ 3/4 ആൾക്കാർ രാവിലെ തന്നെ വന്നാണ്. ഞാൻ ലേറ്റായിട്ട് വന്നുകൊണ്ട് എല്ലാവരുടെയും വായിൽ നിന്ന് കുറേ ചീത്തയൊക്കെ കേട്ടതിന് ശേഷം അങ്ങനെ അങ്ങ് നടന്നുകൊണ്ടിരുന്നു. കാരണം എവിടെ ചെന്നാലും കോട്ടയംകാരാനും നമ്മുടെ നാട്ടുകാരും ബന്ധക്കാരും സ്വന്തക്കാരും ഏതെങ്കിലും വിധത്തിൽ പറഞ്ഞ് അറിയുന്നവരൊക്കെയാണ് ഈ ഹാളിൻ്റെയും പരിസരത്ത് നിൽക്കുന്ന 6000-ൽ പരം ആൾക്കാർ. അപ്പോൾ പിന്നെ എല്ലാവരോടും വർത്തമാനം പറഞ്ഞു സൊറ പറഞ്ഞു ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതൊരു രസം തന്നെയാണ് കേട്ടോ. നമുക്ക് എന്നാ പറയുന്നത്, നമ്മുടെ നാട്ടുകാരെ നമുക്കൊരു പള്ളിപ്പെരുന്നാളിന് ചെന്നാൽ പോലും ഇത്ര ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതും നമുക്കറിയാവുന്നതും നമുക്ക് വേണ്ടപ്പെട്ടവരാന്ന് തോന്നുന്നതുമായ അത്രയും ആൾക്കാർ ഒരു ബിൽഡിങ്ങിൻ്റെ കീഴിൽ, അത് നമ്മൾ വർത്തമാനം പറഞ്ഞ് നമ്മൾ മടുത്തു പോകും. അതുപോലെ നമുക്ക് സന്തോഷം തരുന്നൊരു ദിവസമാണ്. കാരണം ഇത്ര ആൾക്കാരെ ഒന്നിച്ച് കാണാൻ പറ്റുന്നതിൻ്റെ ആ ഒരു സന്തോഷം എനിക്ക് വന്ന ഞാൻ മാത്രമല്ല UKKC പരിപാടിക്ക് വരുന്ന മജോറിറ്റി ആൾക്കാരും തന്നെ എക്സൈറ്റഡ് ആണ്. അവരുടെ ബന്ധക്കാരെയും സ്വന്തക്കാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഇടവക്കാരെയും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും കാണാനും വർത്തമാനം പറയാനും ഒക്കെ എല്ലാവരും തന്നെ മെയിനായിട്ട് തന്നെ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു അതിന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കുടക്കയിൽ നമുക്ക് എല്ലാവരെയും കിട്ടുന്ന ഒരു ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ ഹോളിനകത്ത് നല്ല അടിപൊളി പരിപാടിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ ഇന്നത്തെ ദിവസം കുറേ ആൾക്കാർ തന്നെ ഹോളിനകത്തായിരുന്നു. കാരണം പുറത്ത് ഭയങ്കര ചൂടായിരുന്നു. ഇതൊക്കെ ഞാനിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഹോളിൽ അടിപൊളി പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹാളിലേക്ക് ചെന്നപ്പോഴാണ് എൻ്റെ നാട്ടുകാരനും അയലോക്കംകാരനുമായിട്ടുള്ള സോജൻ ചേട്ടനെ കണ്ടത്. ഇപ്പം നമ്മുടെ UK-ലെ MP കൂടിയാണ് സോജൻ ചേട്ടൻ. എന്തായാലും ഈ സമയങ്ങളിലൊക്കെ കിട്ടിലം പ്രോഗ്രാമുകൾ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അറ്റ് എ ടൈം നമുക്ക് ഒരു പരിപാടിയിലല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ആൾക്കാർക്കിടയിലോട്ട് ഇറങ്ങി ചെന്ന് ആൾക്കാരുമായിട്ട് വർത്തമാനം പറയാൻ തന്നെ തീരുമാനിച്ചു. കാരണം ക്യാമറയായിട്ട് സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോകും. അത്രയും കിടിലം പ്രോഗ്രാംസ് ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റത്തില്ല, എല്ലാവരോടും ഒന്ന് വർത്തമാനം പറയാൻ പറ്റത്തില്ല. മെയിനായിട്ട് തന്നെ അതിനാണ് വന്നെന്നുള്ളതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ കൂടെ കണ്ട് ഓരോരുത്തരെയും കണ്ട് ഹായ് ബായ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ സ്റ്റേജിലേക്ക് ചെന്നപ്പോഴത്തേക്കാണ് സ്റ്റേജിൽ ഇതേ ഇവിടെ തിരികെത്തിക്കുന്ന സമയമായി. നമ്മുടെ അച്ഛനും സംഘാടകരും എല്ലാവരും കൂടെ തിരികെത്തിക്കുന്ന സമയമായി. പിന്നെ എന്നാൽ കുറച്ച് നേരം സ്റ്റേജിലേക്ക് നോക്കിയേക്കാൻ ഓർത്തു. മലങ്കര കുടിയേറുമതിനായി മലങ്കര കുടിയേറുമതിനായി കൊമ്മത്തിനാരെന്നത്തെ മുതിർന്നവർ എന്റെ രാജമക്കൾ എണ്ണുന്നത് കൂടി കുടിയാരു പ്രമരാകും ഇവർ 400 കാസോലിക്കരുളാലെ കപ്പൽ കൂട്ടും എന്നെ വന്ന പരദേശി കൊടുക്കല്ലോ ചേരൻ പോലെ കണ്ടു പരിശാദികമം ഒന്നും കവിഴും വച്ചൂരാജ്യം കണ്ടാൽ എന്നെ വന്നു ഒഴുതു തീർന്നു ഉതകും കാര്യം കണ്ടാൽ പദവികൾ പഞ്ചമേളം 18 കൊമ്പും കൊഴലാല ശങ്കും വിധാനം നിന്നെ പൊന്മുടിയും മറ്റും നല്ല ചമയമില്ല. പദവികൾ പാവാട പകൽ വില രാജവാദി എന്നേഴും പുരവവും നിന്നെ കൊട്ടും പുരവയും നല്ല അലങ്കാരമില്ല. ചന്ദ്രനോമനുള്ള നാടും
ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചീന ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചീന ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചീന ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചീന തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും
പരിപാലിപ്പാൻ യേശു പിറന്നിട്ടായിരവും 600 ചേർന്നൊരു കാലത്തുഴവൂരിൽ സഹദേന്മാർക്കു കഴിഞ്ഞുൽ പുത്തിരനെസ്തപ്പാനോ സരുളാലേ മഹനീയം ഗുണമേറും കുന്നിൽ പള്ളിയുമുന്നിഹ സ്ഥാപിച്ചേ ഒട്ടേറെ ദേശത്തു വസിക്കും മർത്യഗണത്തിനു കൂദാശ മുട്ടാതങ്ങു കൊടുപ്പതിനിട്ടു പച്ചൻ വച്ചൊരു പള്ളി ഇത്. പള്ളിക്കുള്ള സ്ഥലം കണ്ടിടുവാൻ ഇട്ടു പച്ചനുറക്കത്തിൽ വെള്ളയുടുപ്പു ധരിച്ചൊരു സഹദ കാട്ടിയ സ്വപ്നവുമോതിയിടാം വള്ളപിടി
ഒരു പ്രത്യേക അറിയിപ്പ്, ഒരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ തെളിവ് സഹിതം വരികയാണ് എന്നുണ്ടെങ്കിൽ, ഐഡന്റിഫിക്കേഷൻ്റെ ഉതകുന്ന എന്തെങ്കിലുമായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ കാർഡ് കൈപ്പറ്റാവുന്നതാണ്. താങ്ക് യു.
അങ്ങനെ ഇന്ന് അടിപൊളിയായിട്ട് കിടന്ന റാലിയുടെ സമ്മാനദാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് റാലിയുടെ സമ്മാനദാന ചടങ്ങ് കൂടെ ഒന്ന് കണ്ടു നോക്കാം.
PA